പൗലോസ് എഫേസ്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ചും, അതുപോലെ ഗലാത്യ ലേഖനത്തിൽ അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാളത്രേ പ്രാപിച്ചത്. പൗലോസ് ആധികാരികമായി തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 1 പത്രോസ് 1:10 നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ കൃപയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ പൗലോസിന് മാത്രമല്ല പത്രോസിനും ഈ കൃപയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1:10 നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1:8 മുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഈ അന്തമായ ആത്മരക്ഷ, അപ്പോൾ ചോദ്യം അതിനകത്ത് റെക്കോർഡിങ് ആയില്ലല്ലോ. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. ആ കൃപ എന്താണ്? വരുവാനിരുന്ന കൃപ എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ വരുവാനിരിക്കുന്ന കൃപ? അപ്പോൾ ലഭിച്ച കൃപയല്ല, അത് വരുവാനിരിക്കുന്ന കൃപയാണ്. അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കൃപയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ 8-ാം വാക്യം തൊട്ട് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. 8-ാം വാക്യം തൊട്ട് ഞാൻ ഒന്നുകൂടി വായിക്കാം. അവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. താഴേക്ക് ചില വാക്യങ്ങൾ കൂടെ വായിക്കട്ടെ, എന്നാലേ എനിക്കത് പറയാനായിട്ട് പറ്റും. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പുകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്നവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചും ഇരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പത്രോസിൻ്റെ കേൾവിക്കാരായിരിക്കുന്ന യഹൂദന്മാരെ പ്രബോധിപ്പിക്കുന്നതായിരിക്കുന്ന, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, യഹൂദന്മാരാണ് പത്രോസിൻ്റെ ശ്രോതാക്കൾ. അവരോടാണ് ഈ കാര്യം പറയുന്നത്. ഇത് പൗലോസിൻ്റെ കൃപയുടെ സുവിശേഷത്താൽ വിശ്വസിക്കപ്പെട്ടവരായിരിക്കുന്ന ജാതികളോടല്ല ഇത് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ വേദഭാവം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾക്കൊരു വലിയ കൃപ ലഭിക്കാനിരിക്കുകയാണ്, ഒരു വലിയ രക്ഷ, വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ നിങ്ങൾ പ്രാപിക്കാൻ ഇരിക്കുകയാണ്. ഈ കാര്യം ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോഴോ ഇന്നൊന്നിലേ കാണാൻ വന്നതാണോ? അല്ല. പത്രോസ് പറയുന്നത് ഇപ്പോഴൊന്നും വന്നതല്ല. ഇതെപ്പോൾ തൊട്ട് വന്നു? പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്, ഒരു വലിയ സംഭവമാണിത്. കാരണം പ്രവാചകന്മാരെ ഇതെങ്ങനെ അന്വേഷിച്ചു, അവരെങ്ങനെ ആലോചിച്ചു, അവർ പ്രവചനമൊക്കെ നടത്തി. ഇപ്പം നമുക്കറിയാമല്ലോ, പ്രവാചകന്മാരെല്ലാം ഈ പ്രവചിച്ചു പോകുമ്പം എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നില്ല, പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അവരോട് ദൈവാത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ച് അപ്പോൾ അവർക്ക് ദൈവാത്മാവ് കൊടുക്കുന്ന ചിന്തകളാണ് പ്രവചന വാക്യങ്ങളായിട്ട് അവർ എഴുതി വെക്കുന്നത്. എഴുതി വെച്ചിട്ട് ചിലപ്പോൾ അവർ തന്നെ ചിന്തിക്കും പിന്നീട് വായിച്ചിട്ട്, ഇതേതാ എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും അത് അറിയില്ല. ദൈവാത്മാവ് കൊടുക്കുന്ന ചിന്തകളാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പ്രവാചകന്മാര് ഈ വെളിപ്പാടിൻ്റെ ഈ കിട്ടിയ, അതായത് ഒരു സമൂഹത്തിന് ഒരു വലിയ മഹത്വപൂർണമായിരിക്കുന്ന രക്ഷയുടെ അനുഭവം ലഭിക്കാനായിട്ട് പോവുകയാണ്, അതിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അപ്പം അവരാഗ്രഹിച്ച ഒരു കാര്യം, ഇത് ഞങ്ങളുടെ കാലത്തെങ്ങാനും സംഭവിക്കുമോ? എങ്ങാണം ഈ ഭാഗ്യ അനുഭവം ലഭിക്കുമോ? ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി, ഞങ്ങൾക്ക് ഇതിലൂടെ
ഒരു നല്ല അവസ്ഥ ലഭിക്കാനായിട്ട് ഭാഗ്യമുണ്ടോ എന്ന് നോക്കി. അപ്പോൾ അവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആര്? ദൈവത്തിൻ്റെ ആത്മാവ്. നിങ്ങൾക്കല്ല, നിങ്ങൾക്കല്ല, തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ. പത്രോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. തങ്ങൾക്കായിട്ടല്ല എന്ന് പറഞ്ഞാൽ പ്രവചിച്ച പ്രവാചകന്മാർക്ക് വേണ്ടിയിട്ടല്ല. പിന്നെയോ പത്രോസ് കേൾവിക്കാരോട് പറയണം, നിങ്ങൾക്കായിട്ടത്രേ അവരിത് പ്രവചിച്ചത് എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് അവർ പ്രവചിച്ചത്? താഴേക്ക് പറഞ്ഞു, അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം. അപ്പോൾ അവർക്ക് വെളിപ്പെട്ട ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിന് വരേണ്ടതായിരിക്കുന്ന കഷ്ടങ്ങൾ അവർ ഒന്നാമത് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്രിസ്തുവിന് വരേണ്ടതായിരിക്കുന്ന വലിയ മഹിമ, തേജസ്, ആ മഹത്വത്തെക്കുറിച്ച് അവർ പറഞ്ഞു. അപ്പം അത് ക്രിസ്തുവിന് മാത്രമാണോ? അല്ല, ക്രിസ്തുവിനോട് കൂടെ വിശ്വസിക്കപ്പെടുന്നതായിരിക്കുന്ന സമൂഹത്തിന് മുഴുവൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായിരിക്കുന്ന ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന സമൂഹത്തിന് മുഴുവൻ ലഭിക്കും. അപ്പം ഇത് ഞങ്ങളുടെ കാലത്ത് നടക്കുമോ? ക്രിസ്തു ഞങ്ങളുടെ കാലത്ത് വരുമോ? അവർ ചിന്തിച്ചതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇല്ല, ഞങ്ങളുടെ കാലത്തല്ല, ഇതൊരു ഭാവി തലമുറയിലേ ഇത് സംഭവിക്കുകയുള്ളൂ. പ്രവാചകന്മാർക്ക് ഈ കാര്യം മനസ്സിലായി. എന്നിട്ട് പറയുകയാണ്, പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് ആ കാര്യം എന്താണെന്ന് സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ച ഞങ്ങളെ പോലെയുള്ളവർ, അങ്ങനെ എടുത്ത് അവിടെ എഴുതിയിട്ടില്ല, പത്രോസ് പറയുന്നത് ഞങ്ങളെ പോലെയുള്ള അപ്പോസ്തലന്മാർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ഭാഗ്യകരമായിരിക്കുന്ന പദവി അനുഭവിക്കാനായിട്ട് സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും ഉണ്ടെന്ന് അർത്ഥം. അപ്പം ഏതാണ് ഈ കൃപ? ആ ദൂതന്മാർ പോലും കൊതിയോടെ, ഇത് ഞങ്ങൾക്ക് ഈ അവസ്ഥയൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഈ ഒരു അനുഭവം ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ ദൂതന്മാർ പോലും കൊതിയോടെ ആഗ്രഹിക്കണമെങ്കിൽ അത് വലിയൊരു പദവിയല്ലേ, വലിയൊരു മഹത്വമല്ലേ? അപ്പോൾ അതേതാണ് ആ കൃപ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞു, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപ. അപ്പം കിട്ടിയിട്ടില്ല അത്. ഈ കൃപ ഏതാണെന്നറിയാവോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞല്ലോ, വന്നത് യഹൂദന്മാരെ അവരുടെ രാജ്യത്തിലേക്ക് വാഗ്ദത്തം ചെയ്ത്, അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത് അവരുടെ രാജ്യത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ വേണ്ടിയാണ്. ആ രാജ്യത്തിൻ്റെ രാജാവായിട്ടാണ് കർത്താവ് വന്നത്. ആ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, നമ്മൾ അതിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിലേക്ക് കടക്കുന്നവരെങ്ങനെയാണ് കടക്കുന്നത്? വെറുതെയോ? വെറുതെ ഇതുപോലെ അങ്ങ് ഓടി കടക്കാനോ? അങ്ങനെയൊന്നും പറ്റുകയില്ല. ക്രിസ്തു ധരിച്ച അതേ മഹത്വത്തോടു കൂടെ അതിലേക്ക് കടക്കാൻ പോകുന്നത്, രാജകീയ പദവിയോട് കൂടിയാണ് കടക്കാൻ പോകുന്നത്. ഞാൻ ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളെ പല വാക്യങ്ങൾ വായിച്ച് ഞാൻ കേൾപ്പിച്ചു. അത്യുന്നതൻ്റെ വിശുദ്ധന്മാർക്ക് രാജാധിപത്യം നൽകുകയും അവർ രാജാധികാരം പ്രാപിക്കുകയും ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ആ ഒരു വലിയ, ക്രിസ്തുവിനോട് കൂടെ രാജാക്കന്മാരായി തീരുക, ലോകത്തെ ക്രിസ്തുവിനോടുകൂടെ ഭരിക്കുക, ആ ഭാഗ്യകരമായിരിക്കുന്ന ആ രക്ഷ അത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ രക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ. വരുവാനിരിക്കുന്ന കൃപ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ രാജാധികാരം തുല്യമായി പങ്കിടുന്ന, ക്രിസ്തുവിൻ്റെ കീഴിൽ, തുല്യമായി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രാജത്വത്തിൻ്റെ കീഴിൽ യഹൂദന്മാർ അതിലേക്ക് കടക്കുന്ന ഭാഗ്യവാന്മാരെല്ലാം രാജ്യത്വം പങ്കിടുന്നതായിരിക്കുന്ന ആ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതായിരിക്കുന്ന മഹിമ, അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് കടക്കാനിരിക്കുന്ന ആ രക്ഷയെക്കുറിച്ചാണ് ഇവിടെ ഈ പത്രോസ് പറയുന്നത്. അപ്പോൾ ഈ ലോകം പ്രപഞ്ചം സൃഷ്ടിച്ച കർത്താവിനോട് കൂടെ ആ ക്രിസ്തുവിൻ്റെ കീഴിൽ രാജാക്കന്മാരായി ഭൂമിയിൽ വാഴുക എന്ന് പറഞ്ഞാൽ നിസ്സാര പദവിയേറ്റയാണോ? ഭൂമിയിലെ രാജാക്കന്മാരെ പോലെയാണോ? അല്ല. അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവം, ഭയങ്കര ഭാഗ്യകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാമോ, അത് 10-40 വർഷം രാജാവായിരിക്കുന്ന പദവിയല്ല അത്. അത് അനേക വർഷങ്ങൾ അവർ ക്രിസ്തുവിനോട് രാജാക്കന്മാരായിരിക്കും. യെശയ്യാപ്രവചനത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷങ്ങളുടെ ആയുസ് പോലെയാവുന്നു. വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചു കേൾപ്പിക്കണോ? ശ്രദ്ധിച്ചോളൂ. യെശയ്യാവ് 65:18 മുതൽ. ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. ഇതാ, ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരൂശലേമിനെക്കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല.
കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാവിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. അവർ വീടുകളെ പണിത് പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അതിലെ ഫലം അനുഭവിക്കും. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്ന് വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. എൻ്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. 1000 ആണ്ട് വാഴ്ചയിലെ ഭാഗ്യകരമായിരിക്കുന്ന പ്രവചന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ അവർക്ക് ആ വരാനിരിക്കുന്ന കൃപ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ പോലും കൊതിയോടെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അവിടെ പറയുകയാണ്, എന്താണ് നമ്മൾ വായിച്ചത്? അവിടെ കരച്ചിലില്ല, നിലവിളിയില്ല, കണ്ണുനീരില്ല, ഒന്നുമില്ല. കുറച്ച് ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയുമില്ല. ആയുസ് തികയാത്ത വൃദ്ധനും ഇനി അവിടെ ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. മരണമുണ്ട് അവിടെ. 1000 ആണ്ടിൽ എന്തുണ്ട്? സാധാരണ അതിലേക്ക് കടക്കുന്ന മനുഷ്യർക്കൊക്കെ മരണമുണ്ട്. പാവിയോ 100 വയസ്സുള്ളവനായിരുന്നാലും പാവി എന്നേ വരൂ. പാവികളുണ്ടോ? പാവികളുണ്ട്. അവിടെ പാവികളുമുണ്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷങ്ങളുടെ ആയുസ് പോലെ ആകും. അപ്പം ഇതിനെക്കുറിച്ച് പത്രോസ് പോലും കൊതിയോടെ കാത്തിരിക്കുകയാണ്. ഈ ഭാഗ്യകരമായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടിയുള്ളായിരിക്കുന്ന വാഴ്ചയെക്കുറിച്ച് പത്രോസ് പോലും വളരെ കാത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് പത്രോസോട് പറഞ്ഞത്, നിങ്ങൾക്ക് വരുമായിരിക്കുന്ന കൃപയെക്കുറിച്ച് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്ന പ്രവാചകന്മാർ അത് അവരുടെ ജീവിതകാലത്ത് നടക്കുമോ എന്ന് അവർ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി, തങ്ങളുടെ ജീവിതകാലത്തല്ല, പത്രോസ് മുതൽ കർത്താവ് വന്ന ആ നാൾ മുതലുള്ളായിരിക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗത്തിനാണ് ഈ ഭാഗ്യം വരുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ പഴയ നിയമ വിശുദ്ധന്മാരോ? ഒരു ചോദ്യമാണല്ലോ. ഇത് അവിടുന്ന് അങ്ങോട്ട് വരുന്ന ജീവനോടെ പ്രവേശിക്കുന്നവരല്ലേ? എന്നാൽ കർത്താവ് വന്നു. കർത്താവ് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ രാജ്യം സ്ഥാപിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. കാലം നീണ്ടുപോയി, ആ തലമുറകളും പോയി. അതിനുശേഷം അനേക തലമുറകളും കടന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ അവരെല്ലാം മരിച്ചുപോയി കഴിഞ്ഞാലും ആ ക്രിസ്തു വന്നതായിരിക്കുന്ന കാലം മുതൽ ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചതായിരിക്കുന്ന എല്ലാവരും, ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിച്ചിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനോട് കൂടെ രാജകീയ പദവി അലങ്കരിക്കും. അവരെയാണ് ശരിക്കും ബൈബിൾ മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കി ബൈബിൾ പഠിച്ചാൽ നമുക്കിത് വലിയൊരു നിധിയായി. ഈ സത്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് എന്താണെന്നറിയാവോ? മണവാട്ടിയുള്ളവൻ മണവാളൻ ആകുന്നു. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത്. നീ ആ ക്രിസ്തു ആണോ എന്ന് ചോദിച്ചു യോഹന്നാനോട്. നീ ആണോ ആ ക്രിസ്തു എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ. എന്നിട്ട് പറഞ്ഞു, മണവാട്ടിയുള്ളവൻ മണവാളൻ ആകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്നിട്ട് മണവാളൻ്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ തന്നെ ഏത് ഗണത്തിലേക്ക് പെടുത്തി? മണവാളൻ്റെ സ്നേഹിതന്മാരുടെ ഗണത്തിലേക്ക് പെടുത്തി. മണവാട്ടി ഉള്ളവൻ മണവാളനാവുന്നു എന്ന് പറഞ്ഞാൽ ഈ മണവാട്ടി എപ്പോൾ മുതലുള്ളവരെയാണ് ഈ മണവാട്ടിയുടെ പട്ടികയിൽപ്പെടുത്തിയത്? ക്രിസ്തു വന്നപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിച്ച് ഇവൻ തന്നെ ഞങ്ങൾ കാത്തിരുന്ന മശിഹ എന്ന് അംഗീകരിച്ച അവിടെ നിന്നിങ്ങോട്ടുള്ളായിരിക്കുന്ന ജനവിഭാഗത്തെയാണ്. ആ ജനവിഭാഗമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. ആ മണവാട്ടിയെയും കൊണ്ടാണ് 1000 ആണ്ട് വാഴുന്നത്. അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് തേജസ്സിൽ വാഴും. കർത്താവിനോട് 12 അപ്പോസ്തലന്മാർ ചോദിച്ച ചോദ്യം നിങ്ങൾക്കറിയാമല്ലോ. എന്താ ചോദിച്ചേ? കർത്താവെ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി ഓർക്കുക. കർത്താവ് എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും ഉയർത്തെഴുന്നേറ്റ് 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. അപ്പോൾ എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടുന്ന് തൊട്ട് കർത്താവ് വന്ന കാലം തൊട്ടുള്ളായിരിക്കുന്ന ആ യഹൂദന്മാരുടെ ആ ഗണം പഴയ നിയമ യഹൂദന്മാരെക്കാളും ഭാഗ്യകരമായിരിക്കുന്ന ഒരു സമൂഹം ആണ്. അവർ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴുന്നവർ ആണ്. എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം.
നോക്കിക്കേ. ആ, അതിൻ്റെ അതിൻ്റെ എന്താണ് 37 മുതൽ തന്നെ വായിക്കാം. പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 37 തൊട്ട് 11 അധ്യായം, എബ്രായ ലേഖനം 11 അധ്യായം 37 തൊട്ട്. അതെല്ലാം വായിച്ചാലേ മനസ്സിലാവുള്ളൂ, പക്ഷെ അതൊന്നും വായിക്കുന്നില്ല. 37 തൊട്ട് വായിക്കാം. കല്ലേറേറ്റു, ഈർച്ചവളാൽ അറുക്കപ്പെട്ടു. ഏത് പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യം പറയുന്നത്. ഈർച്ചവളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ അവർക്കെന്ന് പറയുന്ന ആരെയാ? പഴയ നിയമ വിശുദ്ധന്മാരെ. മനസ്സിലാവുന്നുണ്ടല്ലോ. പഴയ നിയമ പിന്നെ എന്താണ്, ആദാമിൻ്റെ മകനായിരിക്കുന്ന ഹാബേലിൻ്റെ ചരിത്രം തൊട്ടാണ് ഈ 11 അധ്യായം പറഞ്ഞു കൊടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് മുഴുവൻ പഴയ നിയമ പേരെടുത്ത് പറയാൻ പറ്റുന്ന പഴയ നിയമ ചരിത്രം വിശുദ്ധന്മാരുടെ എല്ലാം പേര് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. പിന്നെ അത് ഒരു കൊട്ടേഷനിൽ ആ എഴുത്തുകാരൻ, എബ്രായ ലേഖന എഴുത്തുകാരൻ അതങ്ങ് ഇങ്ങനെ കുറേ പേര് അനുഭവിച്ചു എന്നും പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു പോവുക. എന്നിട്ട് പറയാണ് അവരെല്ലാവരും 39 വാക്യം വായിച്ച അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ആ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഒന്നും എന്ത് കിട്ടിയില്ല? വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്തായിരുന്നു വാഗ്ദത്തം? എന്താ വാഗ്ദത്തം? അവർക്കൊരു രാജ്യം കൊടുക്കും, രാജാവിനെ കൊടുക്കും, അവരും രാജാക്കന്മാരെ പോലെ വാഴും. ഇതാണ് പഴയ നിയമത്തിലെ വാഗ്ദത്തം. ആ വാഗ്ദത്ത നിവൃത്തി അവരാരും പ്രാപിച്ചില്ല. എന്നിട്ട് അതിൻ്റെ 40 വാക്യം, അതാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന്. ഇത് എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്, യഹൂദന്മാർക്ക് എഴുതിയ ലേഖനമാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇതെടുത്ത് ഇന്നത്തെ സുവിശേഷകരൊക്കെ പറയും ഇത് നമ്മളെക്കുറിച്ചാണ്, ഈ കൃപയുടെ സുവിശേഷം വിശ്വസിക്കുന്ന ഈ പുതിയ നിയമ ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ വ്യാഖ്യാനിക്കുക. അല്ല, ഇത് എബ്രായരോട് പറയുന്ന. എബ്രായരെ തന്നെ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് 3 സെക്ഷനായിട്ട് തിരിക്കണം. മനസ്സിലായോ? 3 സെക്ഷനായിട്ട് തിരിക്കണം. എങ്ങനെ? ഒന്ന് പഴയ നിയമ വിശുദ്ധന്മാർ, 2 കർത്താവായി യേശുക്രിസ്തു വന്നപ്പോൾ മുതൽ കർത്താവിനെ പിൻഗമിച്ചതായിരിക്കുന്ന ആ ചെറിയ കൂട്ടം, ഒരു പ്രത്യേക ഗണം. 4ആയിട്ട് തിരിക്കണം ശരിക്കും. അപ്പം 2 കർത്താവ് വന്നപ്പോൾ മുതൽ കർത്താവിനെ അനുഗമിച്ചതായിരിക്കുന്ന ആ കർത്താവ് 12 അപ്പോസ്തലന്മാരും ആ കൂടെ കൂടിയ ശിഷ്യന്മാരും. 3-ാമത്തെ കൂട്ടം പൗലോസ് അപ്പോസ്തലന്റെ സുവിശേഷം കേട്ട് കൃപയുടെ സുവിശേഷ പ്രകാരം വിശ്വസിച്ചവരായിരിക്കുന്ന യഹൂദന്മാർ. അങ്ങനെ വിശ്വസിച്ച് കൃപയുടെ സുവിശേഷം വിശ്വസിച്ചവരെ സംബന്ധിച്ചാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലെ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്. മറ്റവരെ സംബന്ധിച്ച് അവരുടെ വേർപാടിൻ്റെ നടിച്ചുവർ ഇതുവരെ ഇടിച്ചു കളഞ്ഞിട്ടില്ല. പൗലോസിൻ്റെ കൃപയുടെ സുവിശേഷം വിശ്വസിച്ചായിരിക്കുന്ന യഹൂദന്മാർ, അവരെ സംബന്ധിച്ച് യഹൂദനെന്നോ ജാതിയെന്നോ വേർപാടില്ല. 3ആയില്ലേ? ഇനി ഞാൻ അതിനകത്ത് വേറൊരു ഗ്രൂപ്പിനെ കൂടി ഞാൻ കാണിച്ചു തരാം. ഈ യേശുക്രിസ്തു വന്നിട്ടും കണ്ടിട്ടും ഉപദേശം കേട്ടിട്ടും അത്ഭുതങ്ങൾ കണ്ടിട്ടും ഈ യേശുവിനെ അംഗീകരിക്കാത്തായിരിക്കുന്ന പക്ക യഹൂദന്മാരായിരിക്കുന്ന ഒരു ഗണം. ഇങ്ങനെ 4ആയി യഹൂദനെ തരംതിരിക്കണം. അതിലിവിടെ പറയുന്നതായിരിക്കുന്ന അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഗണം ആരാന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് വന്ന കാലം തൊട്ട് യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുകയും കർത്താവിനെ വിശ്വസിക്കുകയും ചെയ്തായിരിക്കുന്ന ആ സമൂഹം കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴും. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരോ തീർച്ചയായും അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ 1000 ആണ്ടുണ്ടാവും. പക്ഷെ അവരുടെ സ്ഥാനം എന്താ? മണവാളന്റെ സ്നേഹിതന്മാർ. മനസ്സിലായോ? അവരുടെ സ്ഥാനം മണവാളന്റെ സ്നേഹിതന്മാർ. ഇവരുടെ സ്ഥാനമോ ക്രിസ്തുവിനോട് കൂടെ ഭരണ തലപ്പത്തിരിക്കുന്നതായിരിക്കുന്ന ഭരിക്കാൻ അർഹത കിട്ടിയതായിരിക്കുന്ന ഭാഗ്യവാന്മാർ. മണവാട്ടി ഓക്കെ, മണവാട്ടി മാത്രമല്ല, മണവാട്ടി എന്നുള്ളത് തന്നെ അതിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണ്. എന്ത്? ക്രിസ്തുവിനോട് കൂടെ രാജഭരണത്തിൻ്റെ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളത്. ഞാൻ അത് വായിച്ച് കേൾപ്പിക്കണ്ടല്ലോ, മനസ്സിലായോ? ഏകദേശം മനസ്സിലായോ? ദാനിയേൽ പ്രവചനത്തിൽ ഞാനത് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ദാനിയേൽ പ്രവചനത്തിൽ 3 പ്രാവശ്യം പറഞ്ഞു. ദാനിയേൽ പ്രവചിക്കുകയാണ്. ദാനിയേലിന് പോലും ആ ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ പ്രവചിച്ചപ്പോൾ ദാനിയേൽ എഴുതിയെന്നറിയാമോ?
അത്യുന്നതൻ്റെ വിശുദ്ധന്മാർക്ക് രാജാധിപത്യം നൽകുകയും അവർ ഭരിക്കുകയും ചെയ്തതായിരിക്കുന്ന കാലം വരുവോളം എന്നൊക്കെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവരെക്കുറിച്ചാണ്, ക്രിസ്തു വന്ന കാലം തൊട്ടുള്ളവരെ കുറിച്ച്. ആ രക്ഷയെ ആ രക്ഷയാണ് വരാനിരിക്കുന്ന രക്ഷ. ക്രിസ്തുവിനോട് കൂടെ രാജാധികാരം പങ്കിടുന്നതായിരിക്കുന്ന ഭാഗ്യാനുഭവം. പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഇത് ഏത് ജാതികളെക്കുറിച്ചാണ് പറയുന്നത്? അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം; കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. ഇവിടെ ഈ ഒരു വിഷയത്തിൽ പല ചോദ്യങ്ങളുണ്ട്. ഈ രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നത് നമ്മളല്ലേ എന്ന ഒരു ചോദ്യമുണ്ട്. രാജകീയ പുരോഹിത വർഗം ഒരിക്കലും നമ്മളല്ല. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. രാജകീയ പുരോഹിത വർഗം ആരാണെന്ന് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 19:6. പുറപ്പാട് പുസ്തകം 19:6. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഞാനെടുത്ത് വായിക്കാവേ. അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകമൊന്നും നമുക്ക് എഴുതിയതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. യഹൂദന്മാരോട് പറയുന്നതാണ്. എന്നിട്ട് അതിൻ്റെ 6ആം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. അതേ കാര്യമാണ് പത്രോസ് ഇവിടെ ആവർത്തിച്ച് ആരോട് പറയുന്നത്? യഹൂദന്മാരോട്. ലോകത്തിൽ രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞ് ദൈവം വേർതിരിച്ചായിരിക്കുന്ന ജനത ഇസ്രായേലാണ്. നമ്മൾ ആരും പുരോഹിതന്മാരല്ല. പത്രോസ് ലേഖനം എഴുതുന്ന ആർക്കാ? ചെതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാ, യഹൂദന്മാർക്കാ. അവരോടാ പറയുന്നത് നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പറയുന്നത്. കാരണം അവർ രാജാക്കന്മാരാകും. അതപ്പം ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞത്. ക്രിസ്തുവിനോട് കൂടെ അവർക്ക് രാജകീയ പദവിയുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ യെരുശലേമിൽ ദേവാലയമുണ്ട്. 1000 ആണ്ട് മുഴുവൻ അവിടെ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ അവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യും. ഇതാണ് അവരുടെ രാജകീയ പൗരോഹിത്യ പദവി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്നതാണ്. പത്രോസിന്റെ ലേഖനം യഹൂദന്മാർക്ക് എഴുതിയതാണ്. രാജകീയ പൗരോഹിത്യം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തെ അറിയാത്തതായിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയതായിരിക്കുന്ന സമൂഹത്തിന് നടുവിലേക്കാണ് വന്നത്. നമ്മുടെ കർത്താവ് വന്നത്. കർത്താവ് വരുമ്പോഴൊക്കെ ഈ യഹൂദന്മാരുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ച് അവർ വിശുദ്ധരായി ജീവിക്കേണ്ടവരാണ്. എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവരെല്ലാം ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു എന്നാണ് വായിക്കുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും മതമേലധ്യക്ഷന്മാരും തിങ്ങിയതായിരിക്കുന്ന ഒരു സമൂഹമാണ് യഹൂദന്മാരുടെ സമൂഹം. ഇവരെല്ലാവരും രാപകൽ അന്വേഷിക്കുകയാണ്, മശിഹായെ അന്വേഷിക്കുകയാണ്. ഇവരെയൊക്കെ ദൈവം ഇതിലൂടെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പഴയ നിയമ എഴുത്തുകളിലൂടെ തൻ്റെ അത്താഴം, തൻ്റെ സദ്യ കഴിക്കാനായിട്ട് ഇവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? നമ്മുടെ മശിഹ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മശിഹായെ ഇവരാരും തിരിച്ചറിഞ്ഞില്ല. ഇവരെല്ലാവരും നമ്മുടെ മശിഹായെ അവഗണിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? അവഗണിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനെ പിൻഗമിച്ചവരെല്ലാവരും പുറത്ത് എന്ന് പറഞ്ഞാൽ, പുറത്തുനിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് ലോകത്തിലുള്ളവരെല്ലാം ചിന്തിക്കുന്നത് പുറം ജാതിക്കാരെന്നാണ്. പുറം ജാതിക്കാരെ രക്ഷിക്കാനേ അല്ല കർത്താവ് വന്നത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞത്, എന്നെ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. ഇസ്രായേലിലെ ശ്രേഷ്ഠ സമൂഹം പരിഗണിക്കാത്തതായിരിക്കുന്ന, വിദ്യാഹീനരായിരിക്കുന്ന, അസംകൃതരായിരിക്കുന്ന, മുക്കുവന്മാരെ പോലുള്ളായിരിക്കുന്ന, ഏതുമല്ലാത്ത നിസ്സാരന്മാരായിരിക്കുന്ന ഈ ജനത്തെ കർത്താവ് വിളിക്കുകയാണ്. അതുകൊണ്ടാണ്
തിരഞ്ഞവർ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ വന്നു. കർത്താവ് നോക്കിയേ, അത്രയും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഉള്ളതായിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് തൻ്റെ അപ്പോസ്തലന്മാരാകാൻ തക്കവണ്ണം ഒരുത്തനെയെങ്കിലും തിരഞ്ഞെടുത്തോ? ഒരുത്തനെയെങ്കിലും. ആരെയും തിരഞ്ഞെടുത്തില്ലല്ലോ. കർത്താവ് ആരെയാ തിരഞ്ഞെടുത്തത്? ഗലീലയിലെ മുക്കുവരായിരിക്കുന്ന മനുഷ്യരെ. ഈ ഗലീലയിലെ മുക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്ത് ആ സമൂഹത്തിൽ ഒരു വിലയില്ലാത്തവരാ, വെറും നിസ്സാരന്മാരാ. യഹൂദന്മാർ അവരെ പൊതുവിൽ പരിഗണിക്കുക പോലും ഇല്ല. ശ്രേഷ്ഠന്മാരായ യഹൂദന്മാരുടെ നടുവിൽ ഇവർ ഒന്നുമല്ലാത്തവരാ എന്ന് പറഞ്ഞാൽ ഇവർ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാ ഈ മുക്കുവന്മാർ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പെരുവഴികളിലും വേലിക്കരികയും പോയി എൻ്റെ വീട് നിറയാണ് കണ്ടവരെ എല്ലാം വിളിക്കാൻ പറയുന്നതാ. എന്നിട്ട് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇവരെയും ഏൽപ്പിച്ച ദൗത്യം ഒന്നും അറിയാമോ? ഇനി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ശമര്യർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് അന്ന് ആ കാലത്തെ യഹൂദന്മാർക്ക് വെറുക്കപ്പെട്ടവരാ. കാര്യം അവർ യഹൂദന്മാരാണെന്ന് വെച്ചാൽ യഹൂദന്മാരാ, ഒരു സമ്മിശ്ര ജാതിയാണ് ശമര്യര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പിന്നെ യഹൂദന്മാർക്ക് നിഷിദ്ധരാ. നിഷിദ്ധരാ. എന്നിട്ടും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ശമര്യരുടെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞു അല്ലേ? നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് എവിടെ പോകും? ശമര്യയിൽ പോകും. അപ്പം പോകാൻ പറഞ്ഞു, എല്ലായിടത്തേക്കും പോകാൻ പറഞ്ഞു. ഈ ഒന്നുമല്ലാത്ത നിസ്സാരന്മാരായിരിക്കുന്ന ആളുകളെ വിളിച്ച് എൻ്റെ സദ്യ ഉണ്ണാനായിട്ട് വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. അവരെ തന്നെയാണ് നിങ്ങളോ, പത്രോസ് കൂടെ പറയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ ഇരുന്നവരാണ്, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കാത്തവരാണ്, ശാസ്ത്രിമാരെയും അതുപോലെ തന്നെ സാധുകരെയും മേലധ്യക്ഷന്മാരെയും പുരോഹിതന്മാരെയും വെച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഒന്നുമല്ലാത്തായിരിക്കുന്ന ഈ സമൂഹമായിരുന്നു നിങ്ങൾ. ആ സമൂഹമായിരിക്കുന്ന നിങ്ങളെ ഇപ്പോൾ അവൻ സ്വന്തം ജനമാക്കി തീർത്തു, വിശുദ്ധരാക്കി തീർത്തു എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊന്നും യഹൂദന്മാരുടെ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല. കാരണം കർത്താവ് യഹൂദന്മാർക്ക് അപ്പുറത്ത് ജാതികളെ രക്ഷിക്കാൻ വേണ്ടി വന്ന കർത്താവ് അല്ല. ഇതെല്ലാം ഇന്ന് വായിക്കുമ്പോൾ ഒരു മനുഷ്യന് തോന്നും, ഈ പുറത്ത് കിടക്കുന്നവരും അന്ധകാരത്തിൽ കിടന്നവരും എന്നൊക്കെ പറയുന്നത് നമ്മളെക്കുറിച്ചാണെന്ന്. നമ്മളെക്കുറിച്ചല്ല പറഞ്ഞത്. യഹൂദന്മാരിൽ തന്നെ അവഗണിക്കപ്പെട്ടതായിരിക്കുന്ന സമൂഹം ആണ് അവരെ. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പൗലോസിന് മാത്രമല്ല, പത്രോസിനും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? 1 പത്രോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യം 18 മുതലുള്ള വാക്യം. അതിനായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ബൈബിൾ വായിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വരേണ്ട ചിന്തയാണ്, വചനം പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പിൻ. അപ്പോൾ ഒരു ഉപദേശം, ഒരു പ്രബോധനം പറയുകയാണ്. വേലക്കാരായിരിക്കുന്നവർ എല്ലാ യജമാനന്മാർക്കും കീഴടങ്ങിയിരിക്കണം. എന്നിട്ട് പറയാണ്, ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം ആകുന്നു. താഴെ പറയാണ് 20-ാമത്തെ വാക്യം, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? നിങ്ങൾ ശ്രദ്ധിച്ച് ആ വേദവാക്യം താഴേക്ക് വരണം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? നമ്മൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ട് നാട്ടുകാർ പിടിച്ച് തല്ലിയാൽ അതിന് നമുക്ക് പ്രതിഫലമൊന്നുമില്ലല്ലോ. ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് പറയാണ്, അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നമ്മൾ നന്മയാണ് ചെയ്തത്, എന്നിട്ടും എല്ലാവരും കൂടെ ഒരുത്തനെ പിടിച്ച് തല്ലിയ, അവൻ നന്മ ചെയ്തിട്ടും അങ്ങനെ തല്ലുകയാണെങ്കിൽ ദൈവത്തിന് അവന് പ്രസാദമാണ്, ദൈവത്തിന് അവന് സന്തോഷമുണ്ട്. എന്നിട്ടാണ് 21-ാം വാക്യത്തിലേക്ക് വരുന്നത്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ശ്രദ്ധിക്കണം. ഈ മേലത്തെ വാക്യം കൂടാതെ താഴത്തെ വ്യാഖ്യാനിച്ചാൽ ശരിയാകില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും വായിച്ചത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പത്രോസ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം നിങ്ങൾ അനുകരിക്കാൻ തക്കവണ്ണം യോഗ്യമായിരിക്കുന്ന ഒരു മാതൃകാ കഷ്ടാനുഭവമാണ് എന്ന്. പൗലോസിൻ്റെ എഴുത്തുകൾ വെച്ച് നിങ്ങളൊന്ന് സാമ്യം ചെയ്തു നോക്കിയേ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പൊരുൾ മനസ്സിലാകും. പൗലോസ് എന്താ പറഞ്ഞ? എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ
ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. എനിക്ക് മാതൃകയായിട്ടല്ല എൻ്റെ കർത്താവ് മരിച്ചത്. എനിക്ക് പിന്നെ എന്താണ് സിമ്പൽ കാണിച്ചു തരാൻ, അല്ലെങ്കിൽ ഒരു എന്നെ ആ വിധത്തിൽ ഒരു നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ ഒന്നുമല്ല കർത്താവ് മരിച്ചത്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിപൂർണ പരിഹാരം വരുത്തുവാൻ കാൽവരിയിലെ കുരിശിലെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും മരണവും ആവശ്യമായിരുന്നു. അത് പൗലോസിനെ അറിയുള്ളൂ. പത്രോസ് എന്തെന്നാ മനസ്സിലാക്കിയെന്നറിയാവോ? നമുക്കൊരു മാതൃകാ യാഗമാണ്, അല്ലെങ്കിൽ മാതൃകാ കഷ്ടാനുഭവമാണ്. പത്രോസിന് ഇത്രയും മനസ്സിലായുള്ളൂ, മാതൃകാ കഷ്ടാനുഭവമാണ്. എന്നിട്ട് താഴ്ന്നു വായിക്കുക. ഒരിക്കലും കർത്താവിൻ്റെ മരണം നമ്മളെ സംബന്ധിച്ച് മാതൃകയല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവനാണ്, നമ്മുടെ ജീവനാണ്. ഇനി താഴേക്ക് വായിക്കുക. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നോക്കിയാൽ ഇവിടെ പറയുന്ന കാര്യം മേലെ പറഞ്ഞതിൻ്റെ പൊരുള കൊടുക്കുന്നത്. നിങ്ങൾ അതായത് നിങ്ങൾ മേലെ പറഞ്ഞത് നിങ്ങൾ വായിച്ചല്ലോ, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് വിശ്വസമുള്ളൂ, അതിൻ്റെ 20-ാം വാക്യം. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. ഇതിൻ്റെ പൊരുൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുക. അതെ, അതിൻ്റെ പൊരുൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുക. എന്നറിയാവോ? അവൻ 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 അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കഷ്ടാനുഭവം ഒരിക്കലും താൻ കുറ്റം ചെയ്തിട്ട് ഏറ്റതായിരിക്കുന്ന കഷ്ടാനുഭവം അല്ല. എന്ന് പറഞ്ഞാൽ പ്രയോജനം പിന്നെ യാതൊരു വിധമായിരിക്കുന്ന കുറ്റവും ചെയ്യാതെ നന്മ മാത്രം ചെയ്തിട്ടും താൻ അത് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അത് നിങ്ങൾക്കൊരു മാതൃകയാണ്. നിങ്ങളും അതുപോലെ തന്നെ കുറ്റം ചെയ്തിട്ടല്ല ശിക്ഷ അനുഭവിക്കേണ്ടത്, നന്മ ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുവിൻ. അത് ദൈവത്തിന് പ്രസാദകരമല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് പത്രോസ് അങ്ങനെ പറയുമ്പോൾ പൗലോസ് എന്താ പറയുന്നത് അറിയാവോ? പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ജഡം കൊണ്ട് അത് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കഷ്ടാനുഭവം പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. പത്രോസ് പറയുന്ന കർത്താവിൻ്റെ കഷ്ടാനുഭവം നിങ്ങൾ അനുകരിക്കാനുള്ള മാതൃകയാണെന്ന്. രണ്ടിൻ്റെ വ്യത്യാസം കണ്ടോ? ഇവർക്ക് ഈ കാര്യങ്ങളുടെ പൊരുൾ മനസ്സിലാകുന്നില്ല. എന്നിട്ട് താഴേക്ക് പറയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. തീർച്ചയായിട്ടും അതവർക്കറിയാം. ഇത് എവിടുന്നാ മനസ്സിലായത്? ഇത് പത്രോസിന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ AD 64 പത്രോസ് ഈ ലേഖനം എഴുതുന്ന കാലഘട്ടം. കർത്താവ് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ഏകദേശം 32 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോഴാണ് യെശയ്യാ പ്രവചനം 53 ഈ വാക്യശകലം പത്രോസിന് അപ്പോഴാണ് ബോധ്യം വരുന്നത്. ഇത് യെശയ്യാ പ്രവചനം 53 അവൻ നമ്മുടെ പാവങ്ങളെ. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കണോ? നിങ്ങൾക്കറിയാലോ അല്ലേ? ഇത് യെശയ്യാ പ്രവചനത്തിലെ വാക്യശകലമാണ് ഇവിടെ കൊടുക്കുന്നത്. അവൻ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റിയൊഴുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിലും അധ്യക്ഷനുമായവരിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഈ കർത്താവിൻ്റെ കഷ്ടാനുഭവം ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ യഹൂദന്മാർക്ക് കൊടുത്ത നിയമം എന്താ? ആ നിയമം എന്ന് പറഞ്ഞാൽ പാവം എപ്പോഴും എല്ലാ കൊല്ലവും പാവബോധം ഉണ്ടല്ലോ അവർക്ക്. എല്ലാ കൊല്ലവും പാവബോധമുണ്ട്. പാവബോധം വന്നു കഴിഞ്ഞാൽ യഹൂദൻ എന്ത് ചെയ്യും? ഒരു മാടിനെ പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ ചെല്ലും, പുരോഹിതനെ ഏൽപ്പിക്കും, കഴുത്ത് വെട്ടും. ഇതല്ലേ പരിപാടി. എന്നാൽ ഇവർക്ക് പിന്നീട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലോ. ഇവർക്കൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് അതിനൊക്കെ കാര്യം പറയുന്നത് പൗലോസിൻ്റെ എഴുത്തുകൾ ഇവരെ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. പൗലോസിൻ്റെ എഴുത്തുകളും പ്രസംഗവും ഇവരെ നന്നായിട്ട് സ്വാധീനിച്ചു ഇതിനൊക്കെ പറയാൻ കാരണം, ആദ്യത്തെ പത്രോസിൻ്റെ പ്രസംഗത്തിലാവട്ടെ ഒന്നും ഈ പറയുന്ന യെശയ്യാ പ്രവചനം 53 പോലും ഇവരുടെ പ്രസംഗ വിഷയമായിരുന്നില്ല. അതായത് യെശയ്യാ പ്രവചനം 53 പറയുന്നത് അവൻ നമ്മുടെ പാവങ്ങൾ എന്താണ്, അവൻ നമ്മുടെ പാവങ്ങൾ നിമിത്തം തകർന്നു, നമ്മുടെ അല്ലേ? ഇല്ല, ക്രൂശില്ല. ഞാൻ പറയുന്നത് അതിൻ്റെ ഇല്ല, ക്രൂശ് അവിടെ പറയുന്നില്ല. അത് നമുക്കെല്ലാവർക്കും അറിയില്ല. പഴയ മുതൽ ക്രൂശില്ലല്ലോ. പഴയ മുതൽ ക്രൂശില്ല. ഈ യെശയ്യാ പ്രവചനം 53 അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇങ്ങനെ സാക്ഷാൽ നോക്കിയേ, സാക്ഷാൽ അതിൻ്റെ 4-ാം വാക്യം 53:4. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അതേ കാര്യം അവിടെ പത്രോസ് ആവർത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. ഇതാണ് പത്രോസ് അവിടെ ആവർത്തിക്കുന്നത്. അതിക്രമം നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. ഇതേ വാക്ക് അവിടെ പത്രോസ് ഉപയോഗിക്കുന്നത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം.
അതെ. ഇവിടെ പത്രോസ് ആ വാക്യം അങ്ങനെ അങ്ങ് ഇതാക്കുകയല്ല ചെയ്യുന്നത്. പത്രോസ് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ 12 അപ്പോസ്തലന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. യഥാർത്ഥ പാപപരിഹാര രക്തം ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഏ? ക്രിസ്തുവിൻ്റെ രക്തം കൂടാതെ എന്തില്ല? ആർക്കും പാപവിമോചനം ഇല്ല. അതുകൊണ്ടാണ് 1 പത്രോസ് 1 അധ്യായത്തിൻ്റെ 19, 20 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അപ്പോൾ ഇത് ഇവർക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഇവർ ഈ രക്തം പൗരയാരത്തിന് എപ്പോഴും ഒഴുക്കിക്കൊണ്ടിരിക്കുകയല്ലേ, യാഗമൃഗങ്ങളുടെ രക്തം. അത് തന്നെയല്ല ഇവിടെ ഈ എഴുതിയിരിക്കുന്ന കാര്യവും ഇവർക്ക് പിന്നീട് മനസ്സിലായി. പിന്നീട് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇവരുടെ പാപത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥമായിരിക്കുന്ന കുഞ്ഞാടായി തീരണം, കുഞ്ഞാട് യാഗമായി തീരണം. ആ കുഞ്ഞാടായിരുന്നു ക്രിസ്തു എന്നുള്ളതായിരിക്കുന്ന കാര്യം ഇവർക്ക് മനസ്സിലായി. ഇതൊന്നും ആദ്യം ഇവർക്ക് മനസ്സിലായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എഫേസ്യർ ലേഖനം 3 അധ്യായം അതിൻ്റെ 5 വാക്യത്തിൽ ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പൗലോസിന് മാത്രമല്ല, അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഈ മർമ്മം വെളിപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? എങ്ങനെയാണ് ഒരു വേദഭാഗം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിശ്ചയിച്ച നമ്മളെ വായിച്ച് നമുക്ക് സംശയമുള്ള ഒരൊറ്റ പോയിന്റ് മാത്രം വായിച്ച് നിർത്തുകയോ അതിനെക്കുറിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കുകയോ ചെയ്യരുത്. നമ്മൾ അതിൻ്റെ താഴെ മേലെ പഠിക്കണം. ആ വാക്യം അവിടെ പറയാൻ കാരണം എന്താണെന്ന് അതിൻ്റെ മേലെ തൊട്ട് താഴേക്ക് പഠിച്ചു വരണം. എങ്കിലേ ആ സംശയം നമുക്ക് ദൂരീകരിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ 1 വാക്യം തൊട്ട് വായിച്ചു വരണം. എന്താ വായിക്കുന്നത്? അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. 2 വാക്യം, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. അപ്പോൾ ഇത് ആർക്കാ ലഭിച്ച? പൗലോസിന് അല്ലേ? വേറെ ആർക്കും ലഭിച്ചില്ലല്ലോ. പൗലോസ് വ്യക്തമായി പറയുന്നു, എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം, ആ എനിക്ക് വെളിപ്പെട്ടതായിരിക്കുന്ന മർമ്മം, മേലെ തനിക്ക് വെളിപ്പെട്ടതായിരിക്കുന്ന മർമ്മം ഇപ്പോൾ അതായത് പൗലോസിന് വെളിപ്പെട്ടായിരിക്കുന്ന മർമ്മം ഈ പ്രസന്റ് ടൈമിൽ ആർക്കും കൂടെ ഇത് മനസ്സിലാക്കി കൊടുത്തു ദൈവം. പൗലോസിന്റെ കൂടെ ഉള്ളതായിരിക്കുന്ന അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആ പൗലോസിന് വെളിപ്പെട്ടതായിരിക്കുന്ന മർമ്മം തെളിവാക്കി കൊടുത്തു. ആദ്യമായി വെളിപ്പെട്ടത് പൗലോസിനാണ്. അതിനുശേഷം പൗലോസിനോട് കൂടെ വിളിക്കപ്പെട്ടായിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് ഈ മർമ്മം വെളിപ്പെട്ടു വന്നു. ഇത് 12 അപ്പോസ്തലന്മാരല്ല ഇവിടെ പറയുന്ന അപ്പോസ്തലന്മാര്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആരാ? ബൈബിളിൽ ആരെയൊക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. ഞാൻ വായിച്ചു കേൾപ്പിക്കണോ? ഞാൻ ബാക്കി ഇവിടെ എൻ്റെ ബൈബിളിൽ തന്നെ കുറിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. സമയം കളയണ്ടെന്ന് ഓർത്താ. അറിയാമോ? തിമോത്തിയോസ് അപ്പോസ്തലനാണ്, തീത്തോസ് അപ്പോസ്തലനാണ്, ബർണബാസ് അപ്പോസ്തലനാണ്, പിന്നെയോ സില്വാനോസ് അപ്പോസ്തലനാണ്, എപ്പഫ്രാദത്തോസ് അപ്പോസ്തലനാണ്. ഇവരെയൊക്കെ ആരാ അപ്പോസ്തലനാക്കി? ഇതൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വാക്യം വേണമെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പക്ഷേ നമ്മൾ സമയം കളയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്ത, ആശയം നിങ്ങൾക്ക് മനസ്സിലായാൽ മതി, സംശയം മനസ്സിലായാൽ മതിയല്ലോ. ഉണ്ട്. ഞാൻ 4 അധ്യായം 10 വാക്യം ഒന്ന് വായിച്ചോ സിബി ബ്രദറെ, മനസ്സിലാകാൻ വേണ്ടിയിട്ട്. 4 അധ്യായം 8 വാക്യം വായിക്കൂ. 7 അധ്യായം 7 വാക്യം തൊട്ട്, പിതാവുമായ ഒരുവൻ എന്നാൽ നമ്മിൽ ഓരോരുത്തർക്ക് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നോക്കിയാൽ അപ്പോൾ ഇവിടെ പറയുന്നതായിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്തായിരിക്കുന്ന അപ്പോസ്തലന്മാരുമല്ല, പ്രവാചകന്മാരുമല്ല. ഉയരത്തിൽ കയറിയിട്ട് മനുഷ്യർക്ക് കൊടുത്തായിരിക്കുന്ന ഗിഫ്റ്റ്, ദാനങ്ങൾ, ആ ദാനത്തിൽ പെട്ടതായിരിക്കുന്ന
വരങ്ങൾ ആണിത്. ആ വരം ലഭിച്ച അപ്പോസ്തോലിക വരം ലഭിച്ചവർ അപ്പോസ്തലന്മാർ, പ്രവചന വരം ലഭിച്ചവർ പ്രവാചകന്മാർ, ആ ഇടയ വരം ലഭിച്ചവർ ഇടയന്മാർ. അത് ഉയരത്തിൽ നിന്ന് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പുതിയ പദ്ധതിക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് ദൈവം കൊടുത്തായിരിക്കുന്ന ദാനങ്ങളാണ്, ഗിഫ്റ്റുകളാണ്. ആ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പൗലോസിന് വെളിപ്പെട്ടതായിരിക്കുന്ന ഈ കാര്യം അവർക്കും കൂടെ മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറയുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു യാത്ര അല്ലെങ്കിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ യാത്രയുടെ ഒരു മുഖ്യ ആളാണെന്ന് വിചാരിക്കാം. ഞാൻ മാത്രം നിർദ്ദേശിക്കുന്ന അനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നും, ഇതൊരു അബദ്ധമാകുമോ? ഇയാൾ ഈ പറയുന്ന കേട്ട് തന്നെ മുമ്പോട്ട് പോയാൽ ഇത് ശരിയാകുമോ? ഒരു സംശയം വരില്ലേ? അപ്പം എന്നോട് ചോദിക്കും, നിങ്ങൾ ഈ പറയുന്നത് അത്ര ക്ലിയർ ആണ്, ആ വഴിക്ക് തന്നെ പോയാൽ അത് ശരിയാവുമോ? സംശയം വരില്ലേ? അപ്പം എന്ത് ചെയ്തു? ഈ സംശയം ഉണ്ടാകാതിരിക്കാൻ കർത്താവ് തൻ്റെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോട് കൂടിയുള്ളായിരിക്കുന്ന പ്രവാചകന്മാരിലൂടെ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. കൂടെ വിളിക്കപ്പെട്ടായിരിക്കുന്ന അപ്പോസ്തലന്മാർക്കും അത് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. കൊരിന്ത്യ സഭയിലെ പ്രവാചകന്മാർ ഈ കാര്യം പ്രവചന രൂപേണ പറഞ്ഞു. ഏതാ? പൗലോസ് വെളിപ്പെട്ട ഈ കൃപയുടെ സുവിശേഷം കൊരിന്ത്യ സഭയിലെ പ്രവാചകന്മാർ പ്രവചന രൂപേണ പറഞ്ഞു. അന്യഭാഷ സംസാരിക്കുന്നവർ അന്യഭാഷയിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് അപ്പം കൊടുക്കുന്ന വരമല്ലേ, അവർ അന്യഭാഷയിലൂടെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പൗലോസിന് ആദ്യമായിട്ട് വെളിപ്പെട്ടു, എന്നാൽ പൗലോസിൻ്റെ കൂടെ ഉള്ളവർക്കും ഇത് കാര്യങ്ങളെല്ലാം വെളിപ്പെട്ടു. അതാ പറയുന്നത്, അതിപ്പോൾ അവൻ്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും ഈ കാര്യം അറിവായിരുന്നില്ല. അതെ, അതാണ് കറക്റ്റ്. രണ്ടോ മൂന്നോ പേരുടെ സാക്ഷി ഇല്ലാതെ ഒരു കാര്യം ഉറപ്പിക്കാനായിട്ട് പറ്റുകയില്ല. അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, ഇനി എന്തെങ്കിലും?